സജി ചെറിയാൻ പറയുന്നത് 2019 മൂപ്പർക്ക് ഡെങ്കിപ്പനി വന്നെന്നും അങ്ങനെ ഗവൺമെന്റ് ആശുപത്രിയിൽ കുറച്ചാൾ കൊണ്ടിട്ട് അവസാനം പിടുത്തം വിട്ട് മരിക്കുമെന്നൊരു നിലയായപ്പോൾ രക്ഷപ്പെട്ട് അമൃത ആശുപത്രി സ്വകാര്യ ആശുപത്രിയിലേക്ക് പോയെന്നും 10-14 ദിവസം ബോധം കെട്ട് കിടന്നു. അവിടെ ഈ നമ്മുടെ ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ ഫെയിലിയർ ആയതുകൊണ്ട് ബോധം കിട്ടുമെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ 10-14 ദിവസമാണ് ബോധം കെട്ട് കിടന്നു. പിന്നെ അവിടുത്തെ ഫലപ്രദമായ ചികിത്സയിൽ സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സയിലാണ് പിന്നെ ഇത് രക്ഷപ്പെട്ടത് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. വാർത്ത അങ്ങനെയാണ്. അദ്ദേഹം അറിഞ്ഞിട്ടാണോ അറിയാതാണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇവിടുത്തെ സ്വകാര്യ ആശുപത്രികൾ വ്യവസായ സ്ഥാപനങ്ങളാണ്. ആ വ്യവസായ സ്ഥാപനങ്ങളിലേക്ക് വിദേശ നിക്ഷേപം ഒഴുകുന്നുമുണ്ട്. ലോകത്ത് ഏറ്റവും കൂടുതൽ ആധുനിക മെഡിസിൻസ്, ആധുനിക എന്താ പറയുക ചികിത്സാ ഉപകരണങ്ങൾ, ആധുനിക ടെക്നോളജികളുള്ള സിസ്റ്റം ഉപയോഗിക്കുന്ന ആശുപത്രികളൊക്കെ ഉള്ളത് കേരളത്തിലാണ്. ലോകത്തെ ഏറ്റവും വലുത് ചിന്തിക്കണം. ലോകത്ത് ഏറ്റവും കൂടുതൽ മെഡിസിൻ ഉപയോഗിക്കുന്ന സ്ഥലം നിങ്ങൾ ചിന്തിച്ചു നോക്ക്, കേരളമാണ്. അപ്പൊ അത്രത്തോളം ഫേമസ് ആയിട്ടുള്ള കേരളത്തിലെ പണച്ചാക്കുകൾ അല്ലെങ്കിൽ ഇവിടുത്തെ അധികാര സ്ഥാപനം, മുഖ്യമന്ത്രി അടക്കമുള്ളവർ മൂക്കിപ്പനി വന്നു കഴിഞ്ഞാൽ നേരെ പോണത് അമേരിക്കയ്ക്കാണ്. ഇവിടെ ഇത്ര അധികം സംവിധാനങ്ങളുള്ളപ്പോൾ നമ്മുടെ മെഡിക്കൽ കോളേജുകളാണ് ഏറ്റവും വലിയ സംവിധാനമുള്ളത്. എന്താ അതിന്റെ തെളിവ്? ഇവിടെ സ്വകാര്യ ആശുപത്രികൾ കിംസ് ആയിക്കോട്ടെ, മിംസ് ആയിക്കോട്ടെ, മെഡിസിൻ എന്തായിക്കോട്ടെ, ഏത് ആശ്രമ മെഡിസിറ്റി എന്തായിക്കോട്ടെ, ഇവരൊക്കെ ചികിത്സിച്ച് കുളമാക്കി കഴിയുമ്പോൾ, അതായത് അവർക്കൊണ്ട് കഴിയില്ല, പറ്റില്ല എന്നൊരു അവസ്ഥ എത്തുമ്പോൾ പിന്നീട് നേരെ മെഡിക്കൽ കോളേജിലേക്കാണ് പോകുന്നത്. അതായത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സിച്ചിട്ട് ഭേദമായിട്ടില്ല, കൂടുതൽ ക്രിട്ടിക്കലായി സ്റ്റേജിലേക്ക് പോകുന്നെങ്കിൽ പിന്നെ പോകുന്ന സ്ഥലമാണ് മെഡിക്കൽ കോളേജ്. അത് പണ്ട്. ഇപ്പൊ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തറവാടും വെറ്റ് കുളം തോണ്ടി മുഴുവൻ മാന്തി എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നക്കിത്തിന്റെ നല്ലുപ്പില്ല എന്നൊരു സാഹചര്യം വരുന്ന അവസരത്തിൽ രോഗികളെ ഒരൊറ്റ തട്ട് നേരെ ആംബുലൻസ് കയറ്റി മെഡിക്കൽ കോളേജിൽ കൂടും. അവിടെ ആകുമ്പോൾ പിന്നെ ഒന്നുമില്ല. ഇവിടെ കിട്ടാനുള്ള ദൂരി ഉള്ള മരുന്ന് പരീക്ഷണമൊക്കെ നടത്തി, കച്ചവടവും നടത്തി, വ്യവസായം നടത്തി, എല്ലാം ചെയ്ത് അനാവശ്യമായുള്ള സ്കാനിങ് അത് ഇത് എന്ന് വേണ്ട, നമുക്കറിയാലോ ചെന്ന് കയറി എന്തൊക്കെ സംഭവിക്കുന്നുള്ളത്, എല്ലാം ചെയ്ത് അവന്റെ കൂടും കൊടുക്കുകയും എന്തിന് ഊരിയെടുത്തതിന് ശേഷം, മനസ്സിലായില്ല, ഇതൊക്കെ ഊരിയെടുത്തതിന് ശേഷം നേരെ പറഞ്ഞു വിടുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കണം, ഇതെല്ലാം കഴിഞ്ഞിട്ട് പോകുന്ന മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന സ്ഥലമായിരിക്കണം ഏറ്റവും ചികിത്സാ സൗകര്യങ്ങൾ കൂടുതലുള്ളത് എന്ന് ആയിരിക്കണം. കേരളത്തിലെ ഏറ്റവും വലിയ ചികിത്സാ സംവിധാനങ്ങൾ നിലകൊള്ളേണ്ടത് മെഡിക്കൽ കോളേജുകളിലാണ്. കാരണം അവിടെ നിന്ന് പഠിച്ചിറങ്ങുന്നവരാണ് ഈ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ പണിയെടുക്കുന്നത്. അവിടെ അതില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടെ എന്ത് തേങ്ങാപ്പിണ്ണാക്കണം ഉണ്ടാകുക? അങ്ങനെ ചിന്തിച്ചാൽ മതി. അപ്പോൾ ഇവിടെ വലിയ മണിമാളികൾ കെട്ടിപ്പൊക്കി, വലിയ എന്താ പറയുക 5 സ്റ്റാർ ഹോസ്പിറ്റലുകൾ കെട്ടിപ്പൊക്കി ഈ സൗധങ്ങൾ ഈ രീതിയിൽ ഒന്ന് പരിപാലിച്ചു കൊണ്ട് പോകുന്നവർ എന്താണ് ഉദ്ദേശിക്കുന്നത്? ചികിത്സയാണ്? അല്ല, ചികിത്സയല്ല. അവിടെ ചികിത്സിക്കുന്നവർക്ക് മതിയായ യോഗ്യത ഉണ്ടാവില്ല. ഈ മെഡിക്കൽ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങുന്നവരല്ലേ, ഈ ഒരു സൗകര്യമില്ലാത്ത മെഡിക്കൽ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ട് ഇവിടെ എന്ത് ചെയ്യുന്ന പറയുന്നത്? അതല്ലെങ്കിൽ വിദേശങ്ങളിൽ പോയി പഠിച്ചിട്ട് വരുന്നവരായിരിക്കും. അവർക്ക് അത്രത്തോളം ലക്ഷങ്ങൾ കൊടുക്കണം, അപ്പൊ അത്രത്തോളം പണം പിടുങ്ങണം. മനസ്സിലായില്ലേ? പക്ഷെ എനിക്ക് മനസ്സിലാത്തതൊന്നുമല്ല, ലോകത്തെ ഏറ്റവും കൂടുതൽ മെഡിസിൻ ഉപയോഗിക്കുന്ന, ലോകത്തെ ഏറ്റവും നല്ല ചികിത്സാ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്ന, ലോകത്തെ ഏറ്റവും എന്താ പറയാ ആശുപത്രികളുള്ള ഒരു കുറഞ്ഞ ഏരിയയിലാണ് കേട്ടോ, കുറഞ്ഞ ഏരിയയിൽ ഏറ്റവും കൂടുതൽ ആശുപത്രികളുള്ള ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ കേരളമാണ്. ഈ യാത്രികരൊക്കെ ആഫ്രിക്കയിലും അവിടെ ഇവിടേക്കും സഞ്ചരിക്കുമ്പോൾ ഞാൻ അടുത്ത് കണ്ടതാണ്. ഈ ഹിച്ചക്കിൻ നുമാദ് എന്ന് പറഞ്ഞ് ഒരു യാത്ര ചെയ്യുന്നൊരു ചങ്ങായിയുണ്ട്. മൂപ്പര് അതേപോലെ യാത്രാറ്റൂടെ ദിൽഷാദ് ഇവരൊക്കെ ആഫ്രിക്കൻ യാത്ര നടത്തിയപ്പോൾ, അവിടുത്തെ നാട്ടുകാരുടെ ഇടയിലേക്ക് യാത്ര നടത്തിയപ്പോൾ എവിടെ ഒരു പ്രൈമറി ഹെൽത്ത് സെന്റർ പോലും നമ്മൾ കണ്ടില്ല. അത്രയും മോശം സാഹചര്യത്തിൽ ജീവിക്കുന്ന ആ ആൾക്കാർക്ക് രോഗമോ മറ്റു കാര്യങ്ങളോ ഇല്ല. അപ്പോൾ പ്രധാനമായും ഇവിടെ രോഗങ്ങൾ ഉണ്ടാക്കുന്നത്, അതിന്റെ കാരണം ഞാൻ വേറെ വീഡിയോയിൽ പറയാട്ടോ, കുറച്ച് വിശാലമായിട്ട് പറയാനുള്ളതാണ്. ഇവിടെ മനഃപൂർവ്വം രോഗങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ആ രോഗങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിന് വ്യവസായം, അതൊരു വ്യവസായമാക്കി കണ്ട് ഇവിടുത്തെ ആൾക്കാർ, ജനം അധ്വാനിച്ചുണ്ടാകുന്ന പണം കൊള്ളയടിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയുള്ള കൊള്ളയാലയങ്ങളാണ് ഇവിടുത്തെ ആശുപത്രികൾ. അത് അറിയാവുന്നതുകൊണ്ടാണ് ഇവിടുത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ ഇവിടെ പോയി ചികിത്സിക്കാത്തത്. ജീവനിൽ ഭയമുണ്ടേ. കാരണം ഇവിടെ ചികിത്സിച്ചു കഴിഞ്ഞാൽ ഈ മരുന്ന് കച്ചവടക്കാർക്ക് മുഖ്യമന്ത്രിയാണോ പിണറായി വിജയനാണോ ഇരട്ടച്ചങ്ങനാണോ എന്നൊന്നും അവർക്കറിയില്ല. അന്യ ആരോഗ്യമന്ത്രി വീണ ജോർജ് ആണെങ്കിലും അവർക്ക് പ്രശ്നമൊന്നുമില്ല. അവര് കത്തിവെക്കാനുള്ളത് കത്തിവെക്കും. അതറിയാവുന്നതുകൊണ്ടാണ് ഇവരൊക്കെ ജീവനിൽ പേടിച്ചിട്ട് വിദേശത്തേക്ക് പോണത്. അല്ലാതെ മികച്ച ചികിത്സയാകാൻ സാധ്യതയുണ്ട്. കാരണം ഇവിടെ കച്ചവടമല്ലേ, ഇപ്പൊ അവിടെ ആയിരിക്കും കിട്ടുക. അപ്പൊ എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ആയത്? അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം. ഏതായാലും ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലാവും, സജി ചെറിയാൻ പറഞ്ഞത് ശരിയാണ്, അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. അദ്ദേഹം ജീവനും കൊണ്ട് സ്വകാര്യ ആശുപത്രിയിലേക്ക് പോയി രക്ഷപ്പെട്ടു. അതിന്റെ കാരണം സ്വകാര്യ ആശുപത്രി ചികിത്സയിൽ മെച്ചമുണ്ടായിട്ടല്ല, തമ്മിൽ ഭേദം തൊമ്മാൻ ഇവിടെ സർക്കാർ ആശുപത്രികളിൽ ഒരു സംവിധാനവും ഇല്ല. അത്തരം സംവിധാനങ്ങൾ ഒരുക്കാത്തത് കൊണ്ട് അവിടെ ചികിത്സാ സംവിധാനമേ ഇല്ല. പിന്നെ ഈ സ്വകാര്യ ആശുപത്രിയിൽ പ്രവർത്തിക്കാൻ വേണ്ടി നിയമവും മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ടാക്കി
അവരെ പരിപോഷിക്കാൻ വേണ്ടിയാണ് ഇവിടുത്തെ ആരോഗ്യവകുപ്പ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഒരു ചികിത്സയും കിട്ടാത്ത, ഒരു മരുന്നും കിട്ടാത്ത, സകലതും പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട, എന്തിനാണ് കമ്മീഷൻ വാങ്ങേണ്ട ഒരു മേഖലയിൽ പോണത്? നേരിട്ടും കൊടുത്തേക്കാന്നേ. അപ്പോൾ നേരെ സജി ചെറിയ വണ്ടി എടുത്തിട്ട് നേരെ അങ്ങോട്ട് വിട്ടു. അവിടെ അദ്ദേഹം ചികിത്സിച്ച് ഭേദപ്പെട്ടു. എല്ലാം ശരി തന്നെ. അദ്ദേഹം പറഞ്ഞതും ശരി, അദ്ദേഹം പറയാതെ പോയതും ശരി, എല്ലാം ശരി. പക്ഷെ ജനം മനസ്സിലാക്കിയല്ലോ ഏതാണ് ശരിയെന്ന്. Different angles. Don't forget to subscribe and support this channel.